ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കൊച്ചി വ്ളോഗ്സ് അൺലിമിറ്റഡ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പോക്കോ M2 പ്രോയുടെ ക്യാമറ റിവ്യൂ ആണ്. ക്യാമറ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് പോക്കോ M2 പ്രോയിൽ റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ റിയർ ക്യാമറ, അത് മെയിൻ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയാണ് റിയർ ക്യാമറയിൽ മെയിൻ ക്യാമറ. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ, അത് 119 ഡിഗ്രി വരെ ഉള്ള അൾട്രാ വൈഡാണ് നമുക്ക് കിട്ടുന്നത്. 5 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ്, പിന്നെ ലാസ്റ്റ് 4th ക്യാമറയാണ് 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസ്. അങ്ങനെ 4 ക്യാമറയാണ് റിയർ ക്യാമറ വരുന്നത്. എന്നാൽ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലിൻ്റെയാണ് ഫ്രണ്ട് ക്യാമറ സെൽഫി. അങ്ങനെ ബാക്ക് സൈഡ് 4 ക്യാമറയും ഫ്രണ്ടിൽ സിംഗിൾ ക്യാമറയാണ് വരുന്നത് പോക്കോ M2 പ്രോയിൽ. പോക്കോ M2 പ്രോയുടെ ക്യാമറ റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നോർമൽ പിക്ചേഴ്സ് നോക്കാം. ഡീഫോൾട്ടായിട്ട് വരുന്ന ലെൻസിലെടുത്ത പിക്ചേഴ്സാണ് ഇതെല്ലാം. അടുത്ത നമുക്ക് 48 മെഗാ പിക്സലിലെടുത്ത പിക്ചേഴ്സിൻ്റെ ഫോട്ടോ ക്വാളിറ്റി നോക്കാം. നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക, എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. കാരണം അത് സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം എത്രമാത്രം കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് വൈഡ് ആംഗിൾ പിക്സ് ആണ്. 119 ഡിഗ്രി വൈഡ് ആംഗിൾ പിക്സ് ആണ് ഈ കാണുന്നതെല്ലാം. അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ പിക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത് പോക്കോ M2 പ്രോയിൽ. അടുത്ത വരുന്നത് മാക്രോ പിക്സ് ആണ്. അതായത് 4 സെൻറ്റിമീറ്റർ ഡെപ്തിലെടുത്ത മാക്രോ പിക്ചേഴ്സ് ആണ് ഇതെല്ലാം. ഈ കാണുന്നതെല്ലാം നല്ല മാക്രോ പിക്സ് ആണ് നമുക്ക് പോക്കോ M2ൽ കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് പിക്ചേഴ്സ് നോക്കാം. അതായത് നൈറ്റ് മോഡിലെടുത്ത പിക്ചേഴ്സിൻ്റെ കുറേ സാമ്പിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം നൈറ്റ് മോഡിലെടുത്ത പിക്ചേഴ്സാണ്. നല്ല ഭംഗിയാണ് നൈറ്റ് മോഡിലെല്ലാം നമുക്ക് ലഭിക്കുന്നത് പോക്കോ M2 പ്രോയിൽ. നല്ല പെർഫെക്റ്റ് നൈറ്റ് മോഡ്സാണ് നമുക്കിതിൽ കാണാവുന്നതാണത്. അടുത്ത നമുക്ക് 60 മെഗാ പിക്സൽ എടുത്ത പോർട്രേറ്റ് പിക്ചേഴ്സ് നോക്കാം. ഇതെല്ലാം 60 മെഗാ പിക്സൽ എടുത്ത പോർട്രേറ്റ് പിക്ചേഴ്സാണ്. നല്ല ക്വാളിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത് പോർട്രേറ്റ് പിക്ചേഴ്സിൽ. ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം നല്ല ബ്ലറായിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് പോർട്രേറ്റ് പിക്ചേഴ്സാണ് നമുക്ക് പോക്കോ M2 പ്രോയിൽ ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് സെൽഫി പിക്ചേഴ്സാണ്. 60 മെഗാ പിക്സൽ എടുത്ത സെൽഫി പിക്ചേഴ്സാണ് ഈ കാണുന്നതെല്ലാം. സെൽഫിയും 60 മെഗാ പിക്സലിൻ്റെ ആ ഒരു ക്വാളിറ്റി M2 പ്രോയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം സെൽഫി പിക്ചേഴ്സാണ് 60 മെഗാ പിക്സൽ എടുത്ത പോക്കോ M2 പ്രോയിൽ. അടുത്ത വരുന്നത് വീഡിയോ സാമ്പിൾസ് ആണ്. അതിലാദ്യം വരുന്നത് നോർമൽ വീഡിയോയാണ്. 1080p എടുത്ത വീഡിയോയാണ്
ഈ കാണുന്ന വീഡിയോസ് എല്ലാം 1080 എടുത്ത വീഡിയോസാണ്. നമുക്കിതിൽ 4K റെക്കോർഡിംഗ് എടുക്കാവുന്നതാണ്. പക്ഷേ 4K റെക്കോർഡിംഗ് ഞാൻ എടുത്തിട്ടില്ല. 1080 തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള വീഡിയോസ് ലഭിക്കുന്നുണ്ട്. ഈ കാണുന്നത് 1080 എടുത്ത വീഡിയോ ആണ്. നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത വരുന്നത് 8 മെഗാ പിക്സലിലുള്ള വൈഡ് ആംഗിൾ വീഡിയോ ആണ്. 119 ഡിഗ്രി വൈഡ് ആംഗിൾ ലെൻസാണ് നമുക്ക് പോക്കോ M2 പ്രോയിൽ വരുന്നത്. അതിലെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. നല്ല പെർഫെക്റ്റ് വൈഡ് ആംഗിൾ വീഡിയോ ആണ് നമുക്ക് പോക്കോ M2 പ്രോയിൽ ലഭിക്കുന്നത്. നിങ്ങൾക്കിത് കാണാവുന്നതാണ് ഈ വീഡിയോയിലൂടെ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സൂം വീഡിയോ ആണ്. അതായത് 1x to 6x വരെയുള്ള ഒരു സൂം ട്രാൻസിഷനാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നല്ല പെർഫെക്റ്റ് സൂമാണ്. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അടുത്ത വരുന്നത് 60 മെഗാ പിക്സൽ എടുത്ത സെൽഫി വീഡിയോ ആണ്. ഈ സെൽഫി വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 16 പിക്സലിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് വീഡിയോ ആണ് സെൽഫി. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ ലഭിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്ലോ മോഷൻ വീഡിയോ ആണ്. നമുക്കിതിൽ 120, 240, 960 വരെ FPS വരെ നമുക്ക് സ്ലോ മോഷൻ വീഡിയോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന വീഡിയോ 240 FPS എടുത്ത സ്ലോ മോഷൻ വീഡിയോ ആണ് ഈ കാണുന്നത്. നല്ല സ്ലോ മോഷനാണ് നമുക്ക് ലഭിക്കുന്നത് ഈ പോക്കോ M2 പ്രോയിൽ. അടുത്ത വരുന്നത് പോക്കോ M2 പ്രോയിലെടുത്ത സ്റ്റെബിലൈസേഷൻ വീഡിയോ ആണ്. കാരണം ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ നല്ല പെർഫെക്റ്റ് ആണ്. ഞാൻ അതിനടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. നല്ല പെർഫെക്റ്റ് സ്റ്റെബിലൈസേഷനാണ് വരുന്നത്. അത്യാവശ്യം ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് സ്റ്റെബിലൈസേഷൻ പോക്കോ M2 പ്രോയിൽ. നിങ്ങൾക്കിത് കാണാവുന്നതാണ് ഈ വീഡിയോയിലൂടെ. നെക്സ്റ്റ് ടൈം ലാപ്സ് വീഡിയോ ആണ്. നമുക്കിതിൽ ടൈം ലാപ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ മൊബൈലിൽ പോക്കോ M2 പ്രോയിൽ. അങ്ങനെ ടൈം ലാപ്സ് മോഡിൽ എടുത്ത ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ടൈം ലാപ്സ് വീഡിയോയും നല്ല പെർഫെക്റ്റ് ആണ്.
നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണത് എൻ്റെ ഔട്ട്പുട്ട്. നെക്സ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണ് മൂവി മോഡ്. ഇതിലൊരു ഓപ്ഷൻ മൂവി മോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലെടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് പോക്കോ M2 Proയുടെ ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.